ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയാലും നമുക്ക് ഇപ്പോൾ എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, പിന്നെ നമ്മളൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മളെ ഡ്രസ്സ് നല്ലതാണോ, നമുക്ക് ചേരുമോ എന്നൊക്കെ ഫസ്റ്റ് നമ്മൾ അത് വേണം നോക്കേണ്ടത്. അല്ലാതെ നമുക്ക് മറ്റൊരാളുടെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങിച്ചിട്ട് നോക്കരുത് കേട്ടോ. നമുക്കത് ചേരുമോ ഇല്ലയോ, നമ്മുടെ സ്കിൻ കളർ ഏതാണോ അത് നോക്കി നമ്മൾ ഡ്രസ്സ് നോക്കണം. പിന്നെ സെക്കൻഡ് നമ്മൾ നോക്കേണ്ട ഹെയർ സ്റ്റൈൽ നമുക്ക് നമ്മുടെ ഫേസിന് ഏത് രീതിയിലാണോ നമുക്ക് ചേരുന്നത് അത് മറ്റുള്ളവരുടെ കണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഏതാണോ ചേരുന്നത് അത് വേണം നമ്മൾ നോക്കി ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത്. പിന്നെ തേർഡ് നമ്മുടെ മേക്കപ്പ്. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ വളരെ മിനിമം മേക്കപ്പ് മതി, ഒത്തിരി ഒന്നും വലിച്ചു വാരി ഇടേണ്ട കാര്യമില്ല. ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് മറ്റേ കറുത്ത് പോകുന്ന ഒരു ടൈപ്പ് മേക്കപ്പ് ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഫൗണ്ടേഷനൊക്കെ മിനിമം ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടേ ഇടാവുള്ളൂ എൻഗേജ്മെന്റിന്. പിന്നെ ലോങ് ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ വളരെ ലൈറ്റായിട്ടേ മേക്കപ്പ് ചെയ്യാവുള്ളൂ. കാര്യം ഒത്തിരി യാത്ര ചെയ്തൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും ഒത്തിരി ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്താൽ. അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ ഞാൻ ഈ കുട്ടിക്ക് ചെയ്ത മേക്കപ്പ് എങ്ങനെയുണ്ട്, ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരുടെയും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മേക്കപ്പിനോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ, നമ്മുടെ ഹെയർ സ്റ്റൈലിന് മാറ്റം വരുത്തണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.